ഹായ്, ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ വളരെ രുചികരമായതുമായ ഒരു മത്തങ്ങ ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 300 ഗ്രാമോളം മത്തങ്ങയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 50 ഗ്രാം പരിപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പരിപ്പ് ആവശ്യമില്ലാത്തവർ ആ സ്റ്റെപ്പ് ഒഴിവാക്കി പരിപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നമ്മൾ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് കഴുകി വെച്ചിരുന്ന മത്തങ്ങയും പരിപ്പും ഇട്ട് അതിനൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, കരിവേപ്പില, ഉപ്പ് എല്ലാം ചേർത്ത് അതിനാവശ്യമുള്ള വെള്ളം എന്ന് വെച്ചാൽ മത്തങ്ങയുടെ മീതെ പൊങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം. അപ്പോഴേക്കും നമ്മൾ ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 4-5 കഷ്ണം ചുമന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ടിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തങ്ങ വെന്തോ എന്നൊന്നുകൂടെ തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുള്ളതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കറിയൊന്ന് വേവിച്ചെടുക്കാൻ. കറി അധികം തിളച്ച് പതഞ്ഞ് പൊങ്ങിപ്പോവരുത്, അപ്പോൾ കറി പിരിഞ്ഞതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 സ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്കൊരു 4-5 വറ്റൽമുളക് മുറിച്ചതും ഒരു 7-8 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ഒരു പിഞ്ച് മതി ഇട്ട് കൊടുക്കണം. അതൊരു കളറിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ച് വറവിട്ട് കറി റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദുള്ള മത്തങ്ങ ഒഴിച്ച് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല പുളിയുള്ള തൈരും ഒരു കൊണ്ടാട്ടവും കൂട്ടി കഴിക്കാം.